നമസ്കാരം. മലബാർ ഫാഷൻ ലേഡിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു ഇലക്ട്രോണിക് മാഗസീൻ എന്ന നിലയിൽ മലബാർ ഫാഷൻ ലേഡിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്ന് നമുക്ക് നമ്മുടെ തന്നെ സൊസൈറ്റിയിലുള്ള വിവിധ തലങ്ങളിലെ സ്ത്രീ പ്രതിഭകളെ നേരിട്ട് പരിചയപ്പെടാം. അതിൽ ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റൈഫിൾ ഷൂട്ടിംഗ് രംഗത്ത് നിന്നും പ്രൊവിഡൻസ് കോളേജിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളെയാണ് മലബാർ ഫാഷൻ ലേഡി ഈ അച്ചീവേഴ്സ് സെഗ്മെൻറ്റിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മലബാർ ഫാഷൻ ലേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഇനി അപ്പോൾ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് ശരണ്യ വിനായർ. ഞാൻ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അനഘ, പ്രൊവിഡൻസ് ഫൈനൽ ഇയർ. എലിസബത്ത് ഓൾഗ മെറാൻഡസ്, പ്രൊവിഡൻസ് കോളേജ്. 3 പേരും പ്രൊവിഡൻസിൽ നിന്നാണ്. അത് പ്രത്യേകത ഉണ്ട്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഓ, അങ്ങനെയും കൂടിയാണല്ലേ. ഓക്കെ. അപ്പോൾ പൊതുവേ ഈ സ്പോർട്സ് എന്ന് പറയുന്ന രംഗം എന്താ പറയുക, ഒരു ബോയ്സ് ഡോമിനൻ്റ് ആയിരുന്നു. ഇപ്പോൾ പയ്യെ മാറി തുടങ്ങി. പക്ഷെ എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഷൂട്ടേഴ്സിൻ്റെ റൈഫിൾ ഷൂട്ടിങ്ങിലോട്ട് വന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ 3 പേരും NCC ത്രൂ തന്നെയാണ് വന്നിരിക്കുന്നത്. NCCയിലൂടെ ഇൻട്രസ്റ്റ് വന്നിട്ട് തന്നെ കയറിയത്. എപ്പോൾ മുതലാണ് നിങ്ങൾ? കൊച്ചിലെ മുതലേ എങ്ങനെ ഈ NCCയിലെ ത്രൂ തന്നെ? ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ എങ്ങനെയാണ് ഇതിൻ്റെ മത്സരങ്ങൾ, എന്തിലൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് നിങ്ങളുടെ? ഏത് റൈഫിൾ? ഇപ്പോൾ റൈഫിൾ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ഷൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് റൈഫിൾസ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ? ഞാൻ പീപ്പ് സൈഡ് 0.177 പീപ്പ് സൈഡ് 10 മീറ്റർ റേഞ്ചിലാണ് ചെയ്യുന്നത്. എൻ്റേത് 50 മീറ്റർ ഓപ്പൺ സൈറ്റ് ആണ്. പീപ്പ് സൈഡ് 10 മീറ്റർ. ഒരു ഇത് രണ്ടും ഒരു കാറ്റഗറി വരും. ഓക്കെ. അപ്പൊ ഈ പീപ്പ് സൈഡ് ഓപ്പൺ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ അത് തമ്മിലുള്ള, ടെക്നിക്കൽ പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തമ്മിലുള്ള വ്യത്യാസം? ഇന്റർനാഷണൽ ലെവലിൽ പോകാൻ പറ്റും. ബട്ട് ഓപ്പൺ സൈഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ വരെ ഉള്ളൂ. ഇപ്പം നാഷണൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓപ്പൺ സൈഡ്. അത് ജീവി മാവലക്കാരില് പോകുന്നുണ്ട്. പിന്നെ പീപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ സ്കൂൾസ് ഉണ്ട്. പിന്നെ അവിടുന്ന് ട്രയൽസ് കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാച്ച് വരും. ഓക്കെ. ഇനി ഇതിന്റെ സ്കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ 360 ഇപ്പൊ ഔട്ട് ഓഫ് 400 ആണ് നിങ്ങൾ ഈ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ 360 എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ 360 അച്ചീവ് ചെയ്യുന്നത്? 360 നമ്മൾ ആക്ച്വലി 4 സീരീസ് ഉള്ളത്. ഗേൾസിന് 400 ആണ്, ബോയ്സിന് 600 ആണ്. നാഷണൽസിൽ സ്റ്റേറ്റിൽ ഈക്വൽ ആണ്. ഇപ്പം സീരീസ് എന്ന് പറഞ്ഞാൽ 100 സീരീസ് വൈസ് ആണ് പോകുന്നത്. അപ്പം 1 ഷോട്ട് എന്ന് പറയുന്നത് 10 പോയിന്റ്സ് ആണ്. അപ്പം 100 അടിക്കണമെങ്കിൽ നമ്മൾ 10 ഷോട്ട്സും 10 അടിച്ചാലേ 100 വരുള്ളൂ. അപ്പം അങ്ങനെ സീരീസ് വൈസ് ആണ് നോക്കുന്നത്. അപ്പൊ 400 എന്ന് പറയുമ്പോൾ ശരിക്കും 40 ഷോട്ട്സ് കംപ്രൈസ് ചെയ്യുന്നതാണ്. അതിനകത്ത് വരുന്ന ഓരോ പോയിന്റ്സും അപ്പം അവിടെ 10.8 അങ്ങനെയാണ് നോക്കുന്നത്. 10.9, 10.7 ആ രീതിയിലാണ് പ്രീ നാഷണലിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നോക്കുക. ഇന്റർനാഷണൽ റേഞ്ചിലൊക്കെ ഏകദേശം ആ രീതിയിൽ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ഈ 2 ഓപ്പൺ സൈറ്റ് ആയി കഴിഞ്ഞാലും പീപ്പ് സൈറ്റ്, ഇത് രണ്ടിലും ഇത് തന്നെയാണ് കണ്ടീഷൻ? ഓപ്പൺ സൈറ്റിൽ ഡെസിമൽ ഇല്ല. 10 മീറ്റേഴ്സിന് ഡെസിമൽ ആണ്. ഓക്കെ. 60 ഷോട്ട്സ് ആണ്. 60 ഷോട്ട്സിൽ നിങ്ങൾ എത്രയാണ് സ്കോർ ചെയ്യുന്നത്? മാക്സിമം ആക്യുറസിയിൽ വരുന്ന ആളായിരിക്കും സെലക്ട് ആവുക. 520 അബവ് പ്രീ നാഷണൽസിൽ ഇപ്പൊ റെക്കോർഡ് എടുക്കുന്നത് 560 സംതിങ്ങിലാണ് റെക്കോർഡ് എടുക്കുന്നത്, നാഷണൽ റെക്കോർഡ്. ക്വാളിഫിക്കേഷൻ സ്കോർ എന്ന് പറയുന്നത് 425 സംതിങ്. ഓക്കെ. അപ്പൊ അത്രയും ഷോട്ട്സിൽ നിങ്ങൾക്ക് 10 on 10 വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺസെൻട്രേഷൻ വേണം, പിന്നെ അതിന്റെ ആക്യുറസി, ഇതെല്ലാം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇതിനൊക്കെ ഉള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രാക്ടീസ് നടത്തുന്നതും അതിനുള്ള എക്സസൈസുകൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മെയിൻലി
എന്ന് പറയുന്നത് യോഗയാണ് വരുന്നത്. യോഗ അങ്ങനെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനാണ് മസ്റ്റായിട്ട് വരുന്നത്. കാരണം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. കാരണം ഇപ്പോൾ ഒരാൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്താ പറയുക, യൂഷ്വലി ഹാർട്ട് ബീറ്റ് കൂടും. അപ്പം അത് വെപ്പണിൽ എഫക്ട് ചെയ്യും. അപ്പം വെപ്പൺ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെ ടോട്ടലി എന്താ പറയുക കാമായിരിക്കണം, കിട്ടൂല കോൺസെൻട്രേഷനെ ഡിസ്റ്റർബൻസ് കുറയ്ക്കുക. പൊതുവെ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ എങ്ങനെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് ആക്യുറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ മാത്രമല്ലേ അപ്പൊ അതിനൊക്കെ ഈ ബ്രീത്തിങ് ടെക്നിക്സും യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ് നിങ്ങൾക്ക് അതൊക്കെ? ഇതിന്റെ വേറെ കോമ്പറ്റീഷൻസിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്? നാഷണൽ ലെവൽസിലായി കഴിഞ്ഞാലും ഇന്റർനാഷണൽ ആയാലും നിങ്ങൾക്ക് ഏതൊക്കെ ലെവൽസ് വരെയും പോകാം ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ? ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് തന്നെയാണ്. ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് ഒളിമ്പിക്സ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നാഷണൽ വൈസ് തന്നെ വരികയാണെങ്കിൽ സൗത്ത് സോൺ, വെസ്റ്റ് സോൺ, നോർത്ത് സോൺ അങ്ങനെ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മാച്ചൊക്കെ വെക്കുന്നത് ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പ്രീ നാഷണൽസ്, നാഷണൽസ്, പിന്നെ ട്രയൽസ് ആണ് വരുന്നത്. പിന്നെ ട്രയൽസ് വരുന്നത് വെച്ചാൽ ഇന്ത്യൻ സ്ക്വാഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം സ്ക്വാഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇന്റർനാഷണൽ ലെവൽസ് മാച്ചൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറയാ ഒളിമ്പിക്സ്, ISSI, പിന്നെ വരുന്നത് ഏഷ്യൻ ഗെയിംസ്, അങ്ങനെ കുറേ മാച്ചസ് വരുന്നുണ്ട്. അപ്പം മാച്ചസിന് കുറവൊന്നുമില്ല, ബട്ട് ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻസ് വരുന്നത്? സെയിം സ്കോറൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഒളിമ്പിക് ലെവൽ വരുന്നത് 400 തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനൊക്കെ ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻസ് വരുന്നത്? എത്ര ഷോട്ട്സ്, എത്ര സ്കോർ നിങ്ങൾക്ക് മിനിമം? സെയിം സ്കോറൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഒളിമ്പിക് ലെവൽ വരുന്നത് 400 തന്നെയാണ്. 400 തന്നെ. അപ്പൊ ഔട്ട് ഓഫ് 400 നിങ്ങൾ 400 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അല്ല ക്വാളിഫിക്കേഷൻ ഇപ്പൊ റെക്കോർഡ് എന്ന് പറയുന്നത് 400 ആണ്. 400 ആണ് വരുന്നത് റെക്കോർഡ്. ഓൾമോസ്റ്റ് എല്ലാ ഇതിലും 400 തന്നെയാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ എടുക്കുന്നവർ തന്നെ കുറെ പേര് കാണും, കുറെ പേരുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഡെസിമൽ വൈസ് ആണ് നോക്കുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളിൽ പോലും 10 അടിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നോക്കുന്നത് 10.9 ആണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പം ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 അടിച്ചാൽ 10 പേരും ഫസ്റ്റ്. അപ്പൊ അങ്ങനെ നോക്കുന്നത് 10.9 ആരാണോ കൂടുതൽ അടിക്കുന്നത്. അപ്പം ഡെസിമൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് പീപ്പ് സൈറ്റ് വരുമ്പോൾ ഈ ഒരു സംഭവം വരും. ഇപ്പൊ ബാക്കി ഓപ്പൺ സൈറ്റിൽ വരുമ്പോ അതെങ്ങനെയാ? അതിനകത്ത് എന്തെങ്കിലും ഓപ്പൺ സൈറ്റ് ഇപ്പൊ പ്രീ നാഷണൽസ് വരെയല്ലേ ഉള്ളൂ. അപ്പൊ അത് വരെയും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇതേപോലത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല, ഇത്ര ഇത് വേണം എന്നുള്ളത്? അതിന്റെ ഹയസ്റ്റ് സ്കോർ ഓപ്പൺ സൈറ്റിൽ എങ്ങനെയാണ് ഇതിന്റെ സ്കോർസിന്റെ കണ്ടീഷൻസ് വരുന്നത്? ഓപ്പൺ സൈറ്റ് ഇതേമാതിരി 60 ഷോട്ട്സ് ആണ്. 2 ഐറ്റംസ് ഉണ്ടാവും, മെയിൻലി പ്രോണും 3P വേറെ 3 പൊസിഷൻ ആയിട്ടുള്ളത്. അത് ഓപ്പൺ സൈറ്റിൽ 460+ സ്കോർസ് വേണം. അത് പക്ഷെ പ്രീ നാഷണൽസ് വരെയും പോകാനുള്ളത് ഇപ്പോഴുള്ളൂ. അപ്പോൾ നമ്മുടെ ഓപ്പൺ സൈറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രീ നാഷണൽ ആണ് നമുക്ക് നാഷണൽസ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതിന്റെ പ്രീ നാഷണൽസ് പോയിട്ട് ഇനിയിപ്പോ പീപ്പ് സൈറ്റിലോട്ടുള്ള ഇതൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇത് ബാക്കിയുള്ള സമയങ്ങളിൽ ഇപ്പൊ കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഓക്കെ എല്ലാവരും ആ ഒരു ലാസ്റ്റ് മിനിറ്റ് കുറെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സസൈസസ് അല്ലെങ്കിൽ ഡെയിലി ഡയറ്റ്, ഭക്ഷണത്തിൽ വരുന്ന ശ്രദ്ധകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് കിട്ടാറുണ്ടോ? മെയിൻലി ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. അപ്പൊ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ ഈ ജങ്ക് ഫുഡ്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു? ഒരു ലിമിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്തും ഒഴിവാക്കാൻ പറ്റും. അപ്പം അല്ലാണ്ട് ഷൂട്ടിങ്ങിനായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം വന്നോണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഒഴിവാക്കിക്കോളും. അതല്ലേ മെയിൻ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ആരാണ് നിങ്ങളുടെ കോച്ച്? സജീവൻ സാർ ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തരാണ് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയിട്ട്? കേരളയിൽ ഏറ്റവും ബെസ്റ്റ് കോച്ച് നമ്മുടെ കൺസൾട്ടേഷൻ സാർ തന്നെയാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ സാർ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സാറ് ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഡയറ്റ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും സാറ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ എന്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സാർ നല്ലോണം ഫുഡിന്റെ കാര്യത്തിന് നല്ലോണം ചീത്ത വരെ പറയും. കഴിക്കുന്നത് കുറവായതുകൊണ്ട് നല്ലോണം പറയും.
രാവിലെ അതിന് ഫുഡിന്റെ ആ ഒരു ടൈം ടേബിൾ വരെ സാറെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഇത് തന്നെ ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കണ്ടാ പറയും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫിസിക്കൽ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതേപോലെ നമുക്ക് ഹെൽത്തി ആയിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനൊക്കെ നല്ല വെയിറ്റ് ആയിരിക്കും തോന്നുന്നു അല്ലേ, ഇതിൻ്റെ ജാക്കറ്റ്സും അത്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇതിനോട് അക്കസ്റ്റംഡ് ആയത്? ഇത്രയും വെയിറ്റും എന്താ ഇതിൻ്റെ വെയിറ്റ് എന്താ അത് ചോദിക്കട്ടെ. 4 kg ഈ ഒരു വെപ്പണിന് മാത്രം. പിന്നെ അതല്ല കാരണം നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റം വെപ്പണിനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എന്താ ബെനിഫിറ്റ് ഉള്ളത്? ബെനിഫിറ്റ് വെച്ചാല് ഇപ്പം ജാക്കറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് വെറുതെ നിൽക്കുമ്പോൾ വെപ്പൺ ഇളകി കളിക്കും. സപ്പോസ് നമ്മൾ ജാക്കറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റിഫ് കിട്ടും, ഇളക്കൂല ബോഡി. അപ്പം അത് വെപ്പൺ എടുത്ത് വെക്കുകയാണെങ്കിൽ വെപ്പണിന്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ പുഷ് ചെയ്തിരുന്നോളും. വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് വെപ്പൺ മൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജാക്കറ്റ് വെയിറ്റ് നല്ലതാണ് എപ്പോഴും, കാരണം ഒരു ഇളക്കം വരുക. പ്രഷറൊക്കെ കൂടുമ്പോ ഓട്ടോമാറ്റിക്കലി അധികം എഫക്ട് ചെയ്യില്ല. ബിക്കോസ് ഓഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ജാക്കറ്റ് ഉള്ളിൽ തന്നെ ആയിരിക്കും എന്താ പറയാ ഇളക്കമൊക്കെ വരാം, അത്ര എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ എന്തായാലും ആ ഒരു പീക്ക് ടൈം വരുമ്പോൾ, ഇപ്പോൾ പ്രീ നാഷണൽസ് വരെയും പോയി എന്ന് പറഞ്ഞു, ആ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിംസിൻ്റെ ഇത് വരുമ്പോൾ ഒരുപാട് പ്രഷർ നമുക്ക് തന്നെ ഉണ്ടാവില്ലേ? എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ആൾക്കാരുണ്ട്, അപ്പോൾ അതിനകത്ത് നമുക്കൊരു ക്വാളിഫയിങ് സ്കോർ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രഷേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അതിന് കിട്ടിയേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? അതിന് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കിട്ടില്ല, നല്ല ചീത്ത കാരണം നമ്മളിത് അറിയാലോ, ഇപ്പം നമ്മൾ ഈ കോമ്പറ്റീഷൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് അവിടെയൊക്കെ ഇപ്പോൾ ചെല്ലുമ്പോൾ ഓരോ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം സാറ് പറയാറ് നമുക്ക് രാവിലെ എണീക്കുന്ന തൊട്ടിട്ട് മാത്സിന് പോകുന്ന വരെ ഉള്ളൊരു സാറ് പറഞ്ഞു തരാണ്ട്. ഇപ്പം എണീക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 6 or 7 hours ഉറങ്ങണം, ഉറക്കത്തിന്. കാരണം കണ്ണ് മെയിൻ ആണല്ലോ, അല്ലെങ്കിൽ കണ്ണ് എന്താ പറയുക ഡിമ്മായിരിക്കും. പിന്നുള്ളത് ഫുഡ്. നമ്മൾ എക്സാമിന് ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ 1 hour മുന്നേ ദോശയോ ഇഡ്ഡലിയോ കഴിക്കണം. കാരണം അങ്ങനെ ഫുഡ് വരെ ഉണ്ട് നമുക്ക് കഴിക്കാൻ. ഓക്കെ ഓക്കെ, ഫുഡ് ഞങ്ങൾ തലേ ദിവസം ഹെവി ഫുഡ് കഴിക്കുക. അതിന്റെ ഞങ്ങൾ ചെയ്യുന്ന അന്ന് നാച്ചുറൽ ദിവസം ലൈറ്റ്, കുറച്ചും കൂടെ ലൈറ്റ് ഫുഡ്സ് ആയിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 1 hour മുന്നേ കഴിക്കണം. അല്ലാണ്ട് ഉച്ചയ്ക്കാണ് ഇപ്പം മാച്ച്, അപ്പൊ ഉച്ചയ്ക്ക് മാച്ചിന് ചോറ് മസ്റ്റാണ്. അപ്പം 2 hours മുന്നേ ചോറ് കഴിക്കണം. അങ്ങനെ ഒരു ടൈം വരെ ബാലൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പ്രഷർ ഉണ്ടാവും, നല്ലോണം പ്രഷർ മോർണിംഗ് ഫസ്റ്റ് മാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് കാരണം ഒരു റഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കണ്ണു പോകും, എത്ര പേരുണ്ട് ഷൂട്ട്. അപ്പം മൈൻഡ് അതെച്ചാല് സാറ് പറയും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു, ആവശ്യമില്ലാണ്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങും. പിന്നെ കംപ്ലീറ്റ്ലി എല്ലാവരും ഇപ്പൊ ഒരു പ്രഷർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ നല്ലത് ഒരു മാർഗ്ഗമില്ല. അപ്പം സാറ് പറയും ഏതെങ്കിലും ഒരു പീസായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് 3-4 പ്രാവശ്യം ബ്രീത്തിങ്ങും മെഡിറ്റേഷൻ അങ്ങനെ ചെയ്തിട്ട് മൈൻഡ് അവിടെയാണല്ലേ ഈ യോഗയുടെയും ബ്രീത്തിങ് കൺട്രോൾ. അതിന്റെ 3 പ്രാവശ്യം നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് റെസ്റ്റ് ആവും. അപ്പൊ അവിടെ ഒരു പ്രശ്നം കഴിയും. പിന്നെ വരുന്ന എന്താണ് മാച്ചിന്റെ ടൈമിൽ പ്രിപ്പറേഷൻ. പെട്ടെന്ന് ചാടി ചെന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റൂല. ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കാൻ ബോൾ എടുത്ത് പോയാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല, 1 hour മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങണം. ഇപ്പൊ ചേച്ചി കണ്ടല്ലോ, നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ടാവും. പിന്നെ ജാക്കറ്റ് ഇട്ട് വരണ തന്നെ ഒരു 1/2 hour എടുക്കും. പിന്നെ വെപ്പൺ സെറ്റ് ചെയ്ത് വരണം. ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ, നിങ്ങൾ തന്നെ സെറ്റ് വേറെ ആൾ സെറ്റ് ചെയ്താൽ നമുക്കൊരു നമ്മളിപ്പോ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് നമ്മൾ തന്നെ പെരുമാറുന്നത് പോലത്തെ ഒരു ഫ്രീഡം കിട്ടില്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ പ്രത്യേകം അപ്പൊ ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിന്റെ എല്ലാം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം സെറ്റ് ആക്കി തുടങ്ങും. നമ്മള് ഇപ്പം 2 പേര് യൂസ് ചെയ്യുന്ന വെപ്പൺ ആണെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ നമ്മുടെ സെറ്റിംഗ് ആക്കി വെക്കും, പ്രാക്ടീസ് ചെയ്യും.
അപ്പൊ അത് പിറ്റേ ദിവസം നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ ടെൻഷൻ ആയിപ്പോവും, അയ്യോ എപ്പോഴും നമ്മുടെ സെറ്റിംഗിലല്ലല്ലോ, സമയമില്ലല്ലോ എന്നിട്ട് അങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതിയല്ലോ ഹാർട്ട് ബീറ്റ് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ കോമ്പറ്റീഷൻ ആകുമ്പോൾ എസ്പെഷ്യലി അത് എല്ലാ പാർട്ടിസിപ്പൻസിനും ഉള്ളത്. അത് പറയും, സിംഗിൾ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ വരെ നിങ്ങൾ നോട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഷൂട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്നു സാർ പറയാറുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ സാറ് പറയും നാളെ മാച്ച് ഉണ്ടെങ്കിൽ ഇന്ന് ഡാൻസ് കളിക്കേ, അങ്ങനത്തെ എന്താ പറയാ ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും പാടില്ല, പിന്നെ അധികം എന്താ പറയാ സങ്കടം ആവില്ല, ഒരു മീഡിയം ലെവലില് ഒരു കാം ആൻഡ് കമ്പോസ് ലെവലിൽ പോകുന്നു. ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതിൽ സ്റ്റേജിൽ പോകണം. ആ പിന്നെ ഇത് നിങ്ങൾക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഇത് കൂടാതെ സ്പോർട്സിനകത്തും ഇതെല്ലാം കൂടെ ഈ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളൊക്കെ എന്തായാലും അതിന് പോവായിരിക്കും, പ്രാക്ടീസിന് വേണ്ട. അപ്പോൾ പഠിത്തവും ഈ സ്പോർട്സും കൂടെ എങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത്? സപ്പോർട്ടീവ് ആണ് കോളേജ്, സപ്പോർട്ടീവ്. ഫ്രണ്ട്സ് ഇപ്പം നോട്ട്സ് മിസ് ചെയ്യുന്നത്, ക്ലാസ് മിസ് ചെയ്യുന്നത്, അതൊക്കെ ഇപ്രാവശ്യം ഇടുക്കിയിൽ സൗത്ത് സോൺ വരുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സൗത്ത് സോൺ വരുന്നത് തന്നെ. കാരണം റേഞ്ചിന് എന്തൊക്കെയോ ഒരു ഇതുണ്ടായിട്ടുള്ള ഇപ്പോഴാണ് 20 ഇയേഴ്സിന് ബാക്ക് ആയിട്ട് നമുക്ക് വെക്കുന്നത്. അപ്പം ഈ വരുന്ന നവംബർ 6 to 10 വരുന്നത്. അപ്പൊ എക്സാമുമായിട്ട് ക്ലാഷ് ആവുന്നുണ്ടോ നിങ്ങളുടെ? അപ്പൊ അതൊക്കെ ഇന്റേണൽസ് പിന്നെയും പ്രശ്നമുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റി റീടെസ്റ്റ് ചെയ്താലും പ്രിഫറൻസ് കൂടുതൽ, കാരണം കോപ്പി ചെയ്യും. എല്ലാം നിങ്ങളങ്ങ് തുറന്നു പറയാണല്ലേ. സിസ്റ്റർ കാണുന്നില്ലാന്ന് ധൈര്യത്തിലാണ്, ഇനി ഒന്നും പറഞ്ഞില്ലെന്ന് പറയരുത്. കൊള്ളാം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രിപ്പറേഷൻസിലായിരിക്കും ഇപ്പൊ ഇടുക്കിയിൽ വരുന്ന ഓൾറെഡി തുടങ്ങി അവിടെ. ഇപ്പം നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് 1 week ലീവ് എടുക്കാൻ വേണ്ടിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്, കാരണം ടൈം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് മെയിൻലി സാറ് പറയുന്നത് ഒരു ദിവസം 3 hours മിനിമം ചെയ്യണം എന്നാണ്, കാരണം അത്രയും എഫക്റ്റ് കിട്ടും. അപ്പൊ ഇത് ഈ സോണൽ ഇത് കഴിഞ്ഞിട്ട് സൗത്ത് സോണിന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ പ്രീ നാഷണൽ നാഷണൽസ് അങ്ങനെ പോകും. പ്രീ നാഷണൽസ് അല്ലേ, അഥവാ ഇപ്പൊ നമ്മള് 10 meters ക്വാളിഫിക്കേഷൻ കിട്ടി, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവന്റിന് ചെയ്യേണ്ടത്. ഇപ്പം ജൂനിയറിനാ കിട്ടിയില്ലെങ്കിൽ സീനിയർ ക്വാളിഫിക്കേഷൻ വേണ്ട. അപ്പം നമ്മള് പ്രീ നാഷണൽസ് തന്നിട്ട് ജൂനിയറിൽ ഫയർ ചെയ്യുന്ന ടൈമിൽ സീനിയേഴ്സിന്റെ സ്കോർ അടിക്കുകയാണെങ്കിൽ നമുക്ക് സീനിയറിലും ക്വാളിഫിക്കേഷൻ കിട്ടും. പിന്നെ പ്രീ നാഷണൽസ് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ഇപ്പം പുതിയ വേറെ ഇവന്റ് പോവാണെങ്കിൽ നമ്മള് പ്രീ നാഷണൽസ് അറ്റൻഡ് ചെയ്യണം. ഒരു ക്വാളിഫിക്കേഷൻ പോകുന്നത് 3 year ആണ്. 3 വർഷത്തേക്ക് നമുക്ക് ക്വാളിഫൈ കിട്ടും. ഇപ്പൊ ഒരു വർഷം നമ്മൾ ഗ്യാപ്പ് ഇട്ട് പോയാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഇയർ പോകാൻ പറ്റും. ക്വാളിഫൈഡ് ആണ്, കാരണം 3 വർഷം നമുക്ക് വാലിഡ് ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒളിമ്പിക്സിലോട്ട് നിങ്ങൾക്കൊരു ഉണ്ടോ? എങ്ങനെയാണ്? വെറുതെ പോകാൻ പറ്റില്ലല്ലോ. നമ്മള് ചെയ്യുകയാണെങ്കിൽ എന്റെ എയിം ഒളിമ്പിക്സിൽ മെഡൽ അടിക്കണം എന്നാണ്. പക്ഷെ അത്യാഗ്രഹം ഒന്നല്ല, ഒരാഗ്രഹം. അങ്ങനെയാണ് പോകുന്നത്. ഇതല്ലാതെ സ്പോർട്സിലോട്ട് തന്നെയാണോ പോവാൻ താല്പര്യം, അതെയോ ഭാവിയിലേക്ക് വേറെ എന്തെങ്കിലും അംബീഷൻസ് ഒക്കെ ഉണ്ടോ? അതെ, ജീവിക്കാൻ എന്നുള്ളതില് എന്താണ് അംബീഷൻസ് നിങ്ങളുടെ? അപ്പൊ ലോയർ ആവാനാണോ ഭാവിയിലേക്ക് സ്വന്തമായിട്ട് വാദിക്കാം? നിങ്ങൾക്ക് വാദിക്കാം. നമ്മുടെ കേസ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ എന്താണ് അംബീഷൻസ്? എന്റെ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്റെ അംബിഷൻ, കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ വരെ മെയിൻ ആയിട്ട് ഞാൻ നോക്കുന്നത് ഷൂട്ടിംഗ് തന്നെയാണ്. സ്റ്റഡീസ് ടോട്ടലി ഞാൻ വിട്ടിക്കാണ്. ഇപ്പൊ പ്ലാൻ ഒന്നും ചെയ്തിട്ടല്ല, പ്ലാൻ ചെയ്ത് ഒറ്റ കാര്യമുള്ളൂ, ഒളിമ്പിക്സ് കയറാണ്. അതിനുള്ള സ്റ്റെപ്പാണ് നോക്കുന്നത്, ഒരു പ്ലാനും ഇല്ല. നല്ലത് തന്നെ, അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് നല്ലതാണ്. എനിക്കാണ് പറ്റൂല. മെയിൻലി സ്റ്റഡീസ് വരുവാണെങ്കിൽ ബുക്ക് എക്സാം നാളെ ആണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ബുക്ക് തുറക്കുള്ളൂ. അത് തുറന്നാലായി, അത് പിന്നെ എല്ലാവരും. അപ്പൊ സ്റ്റഡീസിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ലൈഫില്. ഞാൻ ഷൂട്ടിങ്ങിന് മാത്രമേ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ, സത്യസന്ധമായി ചെയ്തിട്ടില്ല, അതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നല്ലോണം പ്രാക്ടീസിനുള്ളതും എല്ലാം, ഇതിനൊക്കെ ടെക്നിക്കൽ പരമായിട്ടും വേറെ എല്ലാ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഇല്ലാതെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസിനുള്ള സൗകര്യങ്ങളൊക്കെ വേണമല്ലോ.
അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് അത്? ഒരു ഇന്റർനാഷണൽ, ഇപ്പോൾ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലാണ്. അപ്പം അത് നമ്മൾ വേറെ തന്നെ രീതിയിൽ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ? അപ്പം അതിനൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇന്റർനാഷണൽ ലെവലിലെ റേഞ്ച് പറയുന്നത് വേറെ തന്നെയാണ്. ഇലക്ട്രിക് ടാർഗറ്റ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മീൻസ് നമ്മള് സ്വിച്ച് ഇട്ടാ പോവാണ്. പക്ഷെ ഇന്റർനാഷണൽ ലെവലൊക്കെ നമ്മൾ ഷോർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഒരു നമുക്ക് അത് ബോധർ ചെയ്യേ വേണ്ട. നമ്മള് ജസ്റ്റ് വെപ്പൺ നമ്മൾ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ആണെങ്കിൽ നമ്മള് ടാർഗറ്റ് സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പം ഈവൻ നമുക്ക് കാണാം ഷോർട്ട് പോയിന്റ് വൈസ് ഡെസിമൽ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം. ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അവിടെ. പിന്നെ ലൈറ്റിംഗ് കാരണം നമ്മള് ആക്ച്വലി 10 മീറ്റർ എന്ന് പറഞ്ഞാല് ഇൻഡോർ ആണ്. ഇതിപ്പം എന്താ പറയാ എല്ലാം കൂടെ ഉള്ള ഒരു ഇതാണ്. ഇൻഡോർ എന്ന് പറയുകയാണെങ്കിൽ എ സീസ് ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ വേണ്ടിയിട്ട് എ സി ഉണ്ടാവും. ഇവിടെ ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ല. അപ്പം അവിടെ പോവാണെങ്കിൽ വലിയ പ്രശ്നം. നാഷണലും ഇന്റർനാഷണൽ ലെവൽസിലും അങ്ങനത്തെ ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ആ ഒരു ബോധം ഇവിടെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ടാർഗറ്റ് അവിടെ പോയി ഇവിടെ വരുന്നവരുടെ ആ ടൈമിൽ ഞങ്ങൾ അവിടെ പോയി കറക്റ്റ് ആയിട്ട് തീരും. ഒരു മിനിറ്റിനാണ് ആ ഷോട്ട് പോകുന്നത്, ആ മിനിറ്റിന്റെ ഷോട്ട് അത് കറക്റ്റ് ആയിട്ട് ആ ടൈമിംഗ് കിട്ടും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ ഷോട്ട്സ് നിങ്ങൾ തന്നെ പ്രിപ്പയർഡ് ആവാനുള്ള എല്ലാത്തിനുള്ള ആക്യുറേറ്റ് ടൈം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ആർക്കെങ്കിലും കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മുമ്പിലോട്ട് ആൾക്കാർ കൂടുതൽ ഇതിനകത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മാർഗനിർദ്ദേശം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ്? എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു എന്താ പറയാ മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇതാണ്. കാരണം ഒളിമ്പിക്സിൽ അഭിനവ് ഗോൾഡ് അടിച്ചതോടെ എല്ലാ ക്ലബിലെ എണ്ണം കൂടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റും കൂടിയിട്ടുണ്ട്. ഈവൻ എന്താ പറയുക എൽഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പം കുറെ പേര് വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് വെച്ചാൽ വെറ്ററൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. വെറ്ററൻസ് കാറ്റഗറിയിലാണ് 60 അബവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കും ചാൻസ് കിട്ടുന്നുണ്ട് ഫയർ ചെയ്യാൻ. അവർക്കും അപ്പൊ ഇതിനകത്തൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഞങ്ങളൊരു ഗെയിമാണ് ശരിക്കും, ഗെയിം ആ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ബാസ്കറ്റ്ബോൾ ഒക്കെ ആണെങ്കിൽ ഒരു ടീമിന്റെ എഫർട്ടാ വേണ്ടത്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ എഫേർട്സ്, ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്, ഒരു പ്ലാനിങ് ഉണ്ടാവില്ല, വാശി. അത് തന്നെ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് കേറുന്നത്. പിന്നെ എന്താ നമ്മള് ആ ഒരു വരുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് ആരുടെ വാശിപ്പുറത്ത് വന്നിട്ട് നമുക്ക് ഒരിക്കലും ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഫോഴ്സ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റോടെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഷൂട്ടിംഗിൽ ഒരു മുന്നോട്ടുള്ള ഒരു ഭാവി കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ. കാരണം ഇന്ന് ഈ ഒരു മാസം വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി മതി നിർത്ത് മടുത്തു 4 ദിവസം കഴിയുമ്പോൾ ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാനൊരു നമ്മൾ എന്താ പറയാ ബോഡി നമ്മൾ അലൗ ചെയ്യൂല. കാരണം നമ്മുടെ ബോഡി എന്താ പറയാ വേണ്ടെന്നുള്ളൊരു ഇത് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനും പറ്റൂല. അപ്പം ഇൻട്രസ്റ്റും വേണം, ഡെഡിക്കേഷൻ വേണം. ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു ബോണ്ട് അതാവുമ്പോ മ്യൂച്വലി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമ്മളെ തന്നെ ഒരുപാട് റിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും മലബാർ ഫാഷൻ ലേഡിയിലേക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കോൺട്രിബ്യൂഷൻ തന്നു, ഇതിനകത്തൊരു പാർട്ടായി. എന്തായാലും അതിന് എൻ്റെ പേരിലും മലബാർ ഫാഷൻ ലേഡിയുടെ പേരിലും വളരെ നന്ദി. താങ്ക് യു. As I was saying earlier, the Rifle Association was formed by the Government of India way back in 1980. When they wanted to create a second line of defense. That was the idea. And in every district in India, rifle clubs were started. It's a semi-government association with the president always as the collector, district collector as the president. Well, there were 3 vice presidents, 1 civilian, 1 police commissioner and the additional district magistrate.
This is how the framework of the Rifle Associations were. The Calicut Rifle Association has got a very interesting past, where we had outstanding shooters like Sonny Thomas, who is a national coach, used to come here, and first gold medal he won was in Calicut years ago. He was a very good shot, and then he became a trainer for the whole of India. We now take in students for training. We scout for youngsters, train them up, and today we are glad to inform you that we have a set of brilliant girls and boys doing very well in shooting. Of course, thanks to the efforts of a very excellent coach, Sajeevan. Well, he'll be talking to you later. Anyway, so it was his dedication and commitment that the shooters came up in Calicut. We take part in all the state tournaments, the district tournaments, and also in the nationals, pre-nationals. That is Mahalanka shooting. And if we qualify there, we go up for the final nationals. That's how the pattern today. Today shooting has become a very interesting sport because it's it's become very much accurate, and the scores they specify nothing less than 90% if you want to go through. So that has created a lot of high standards in the shooting of girls and boys here. The only one drawback I see is that the ammunition is very costly, because it's only imported ammunition we use, and that costs about 15 rupees each, and that's a little expensive, and that may be expensive for some of the ordinary boys and girls, but still the enthusiasm is so much that the parents don't mind spending that money just to see their child coming up in shooting. All this started after Abhinav Bindra won the gold. That's how it created a lot of interest in mostly all cities. Hi, I am Jose Joseph, Secretary of the Kozhikode District Rifle Association. The present secretary to be. This Rifle Association, Kozhikode District Rifle Association, started as the Calicut Rifle Club way back in 1969, and we moved over to this range here in Tondayad in 1970. We have produced a lot of good shooters. Mr. Darius Marshall, who has been is our vice president now, has been a good marksman. He has won so many medals for the club and the state in the National Shooting Championship in the veterans events. And we had good shooters like Beena Ramayandran, who has won gold at the nationals, and Ajay James, who has won the gold in the junior events in the national level. And of late we have very good shooters like Jerin James, Marin James, Elizabeth Olga Marandis, who have done extremely well in shooting. For the last 2 years, that the 44th and 45th state shooting championships were held at Calicut, and during these championships, Calicut won the overall championship in the open sight events, and Jerin James was a state overall champion in the state in the open sight events, and Elizabeth Olga Marandis was the state champion in the women's section for 2 years. They have also represented state in the Mavalanga pre-nationals and won gold and silver. Like Elizabeth, we have many other good shooters here who have done extremely well in the state championship, which concluded recently at Palakkad, which was the 46th state championship. Like Vice President Darius Marshall just informed, Calicut Rifle Club, it was earlier Calicut Rifle Club, when we held state championship here in 1972, 74, 75, and it was in the 1974 state championship that Sonny Thomas, who has won the Dronacharya now, was the national coach of the Indian shooting team for a long time, and at present he is the national vice president of the state National Rifle Association of India. He first won his state championship at Calicut in 1974 with Elizabeth Olga Marandis doing extremely well and with very high scores. And we also have a shooter, Aishwarya G. Malail. She also was doing extremely well. And for
for getting better training. She is now based in Delhi. So just after this year, she has joined a college in Delhi so that she can go to the national shooting range there in Delhi and get a better exposure in shooting. She is also a very good shooter. And from the state, we have excellent shooters like Elizabeth Koshi. She has actually represented India recently. She has been the state champion for the last 3-4 years continuously, and she has represented India. Started representing India from the last year, and we are sure that with the way things are going, our Elizabeth, that's Elizabeth Olga Marandes and Aishwarya G. Mare will be doing extremely well and will be into the Indian squad recently. We have the most experienced coach in Sajeevan here, who has been the coach of the Indian Navy team, which is one of the best shooting teams in India. And the last 3-4 years, he has been a regular here, and he is giving coaching to the youngsters. And we are sure that with his coaching, our student members will do extremely well. Thank you. എൻ്റെ പേര് സജീവൻ. ഞാനാണ് ഇപ്പം കോഴിക്കോട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ്റെ ചീഫ് ഇൻസ്ട്രക്ടർ. സ്പോർട്സ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ കോച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട് അസോസിയേഷൻ. ഞാൻ ആക്ച്വലി നേവിയിലായിരുന്നു. ആൻഡ് ഐ വാസ് ദ മെമ്പർ ഓഫ് നേവി ഷൂട്ടിംഗ് ടീം. ഒരു 25 വർഷം നേവി ഷൂട്ടിംഗ് ടീമിൻ്റെ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ആയതിനു ശേഷം ഇവിടെ വരികയും മാർഷൽ റിക്വസ്റ്റ് ചെയ്തതിന് പ്രകാരം ഞാനിവിടെ കോച്ചായിട്ട് വരും. കോച്ച് എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്വാളിഫൈഡ് ഇൻ്റർനാഷണൽ കോച്ചോ അങ്ങനെയുള്ളൊരു പദവിയൊന്നുള്ള ആളല്ല. പക്ഷേ എനിക്ക് ഞാൻ നേവി ഷൂട്ടിംഗ് ടീം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നേവിയിൽ നാഷണൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ്, ആ ഒരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറേ അത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്പോർട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നൊരു സ്പോർട്സാണ് ഇന്ത്യയിൽ. ആദ്യകാലങ്ങളിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ മീറ്റിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ വെപ്പൺസും പ്രോപ്പർ എക്യുപ്മെൻറ്റ്സും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്ന നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിനൊരു ചേഞ്ച് ഓവർ വന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പ്രോപ്പർ ഗൺസ് ഉണ്ട്, അമ്യൂണിഷൻ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ചേഞ്ച് ഓവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് യെസ് വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്പോർട്സിൽ, അതുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കാനും. പിന്നെ അതുകൂടാതെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ, ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ, ഒളിമ്പിക്സിൽ ഇതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മെഡൽ ഷൂട്ടിങ്ങിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൂടാതെ ബാക്കിയുള്ള സ്പോർട്സ് മാതിരിയല്ല. അതായത് നമ്മൾ ഈ സ്പോർട്സ് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ നേച്ചറിനും നമ്മളെ ഇതിനും ഒരു ഒതുങ്ങുന്നൊരു സ്പോർട്സാണെന്നുള്ള വിചാരം ഇപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെപ്പൺസ് ഉണ്ട്, ക്ലബിൻ്റേതായിട്ടുള്ള കുറച്ച് വെപ്പൺസ് ഉണ്ട്. പക്ഷേ അതൊക്കെ കുട്ടികളെ ബേസിക്കായിട്ട് ട്രെയിൻ ചെയ്യാനും എന്താണ് ഷൂട്ടിംഗ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ഉപകരിക്കുന്ന വെപ്പൺസാണ്. അതായത് ഓപ്പൺ സൈറ്റ് സ്റ്റാൻഡേർഡ് റൈഫിൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് റൈഫിൾ .22 കാലിബറാണ്. അതുകൂടാതെ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിലൊന്നും നമുക്കൊരു ഇൻ്റർനാഷണൽ മീറ്റിനൊന്നും പോകാൻ പറ്റില്ല. കാരണം അതിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന വെപ്പൺസ് അല്ല നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെപ്പണേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കായിട്ട് കുട്ടികൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് ഷൂട്ടിംഗ് എന്നുള്ളത്. ആദ്യം ഞാനിവിടെ എടുക്കുന്നതിനെക്കാട്ടും മുന്നേ കുട്ടികളിവിടെ എല്ലാ ഞായറാഴ്ചയും വരും. അവർ ഫയർ ചെയ്യും, അവർ ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യും, പോവുമായിരുന്നു. എന്നാൽ കഴിയുന്നൊരു ഇതിനുകൊണ്ട് ഞാൻ അവർക്ക് എന്താണ് ഷൂട്ടിംഗ് എന്നുള്ളതും എങ്ങനെയാണ് പൊസിഷൻ എടുക്കേണ്ടതെന്നും അങ്ങനെ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹൈ ലെവലിലേക്ക് നമുക്ക് ഇപ്പോൾ നാഷണൽസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെപ്പൺസ് വേറെ വേണം. അതിപ്പോൾ സെക്രട്ടറി ഒക്കെ പറഞ്ഞ മാതിരി തന്നെ നമുക്കിവിടെ ക്ലബിൻ്റേതായിട്ടുള്ള വെപ്പൺസ് ഇല്ല. ക്ലബിൻ്റേതായിട്ടുള്ള വെപ്പൺസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവരേതായിട്ടുള്ള വെപ്പൺ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ കുട്ടികൾ വളരെ ടാലൻറ്റഡ് ആയിട്ട് കുട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിത് തന്നെയാണ്, വെപ്പണില്ല. പിന്നെ മാർഷൽ സാറ് പറഞ്ഞ മാതിരി തന്നെ ഇതൊരു കോസ്റ്റ്ലി അഫയേഴ്സാണ്, കുറച്ച് പൈസ ചിലവാകും. പക്ഷേ എയർ റൈഫിൾ, എയർ പിസ്റ്റൾ ഈവൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതായത് ഒരു വൺ ടൈം എക്സ്പെൻഡിച്ചർ, ഒരു ഗണ്ണ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 lakhs 2.5 lakhs അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഇതിന് പ്രാക്ടീസിന് അത്രയും എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ ഇവിടെ നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ വെപ്പൺ ഇല്ലാത്ത തന്നെയാണ് ഒരൊറ്റ പ്രശ്നമുള്ളത്.
പിന്നെ ടാലൻറ്റ്, കുട്ടികളുടെ ടാലൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെക്രട്ടറി ഒക്കെ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല ഇതുണ്ട്. അവർ പറഞ്ഞാൽ അതേമാതിരി ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വളരെയധികം കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നിപ്പം ഉള്ളതെന്ന് പറഞ്ഞത് ഐശ്വര്യാജി മലയിലാണ്. അവൾ നല്ല എയർ റൈഫിൾ നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ സ്ക്വാഡിലേക്ക് അവൾ സെലക്ഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ട്രയൽസ് ഇപ്പോൾ ഡൽഹിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഡൽഹിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അവിടെ നല്ല ക്വാളിഫൈഡ് കോച്ചിൻ്റെ അണ്ടറിലാണ് ഇപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ലോക്കലായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ എലിസബത്ത് ഓൾക്കാൻ പറയേണ്ടത് അവൾ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്. ഈ പ്രാവശ്യമാണ് അവൾ പീഫ് സൈറ്റിലേക്ക് മാറിയത്. അതായത് ഇൻ്റർനാഷണൽ, ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ വെപ്പണിലേക്ക് മാറിയത് ഈ കൊല്ലമാണ്. ആ ഒരൊറ്റ കൊല്ലം കൊണ്ട് തന്നെ, അതായത് നമുക്ക് ആ റൈഫിൾ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ അവൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവൾ കാണിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിന് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂർണമെൻ്റ് ഉണ്ട്. അത് ടോപ്പ് 8 വരുന്ന ആൾക്കാർക്കുള്ളൊരു ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 10 ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് സ്കോറുള്ള ആൾ എലിമിനേറ്റ് ആവും. അങ്ങനെ എലിമിനേറ്റ് ആയിട്ട് അവസാനം 6 ആൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2 ടോപ്പ് 2 ആണ് വരുന്നത്. ആ ടോപ്പ് 2 ഒരു കുട്ടിയായിരുന്നു ഈ എലിസബത്ത് ഓൾഗ മരാൻഡസ്.